അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച ഔദ്യോഗിക ഹെലികോപ്റ്ററായ മറൈൻ 1 ആകാശത്ത് വൻ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാഷിംഗ്ടൺ DC-ക്ക് മുകളിലായിരുന്നു സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ച ഈ സംഭവം. അമേരിക്ക-ഇറാൻ സംഘർഷം ഏറെ സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടാകുന്ന പല അപകടങ്ങളെയും ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമാണോ എന്ന് പല സാഹചര്യത്തിലും സംശയിക്കാറുണ്ട്. അത്തരത്തിലാണ് വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന അമേരിക്കൻ എയർലൈൻസ് യാത്രാവിമാനവും ട്രംപ് സഞ്ചരിച്ച ഹെലികോപ്റ്ററും ഏറെ അപകടകരമായ രീതിയിൽ വളരെ അടുത്തെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഒരു വലിയ അപകടമാണ് തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ വിശദീകരണത്തിൽ ട്രംപ് പൂർണ്ണ സുരക്ഷിതരാണെന്നും യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നുകൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക വിലയിരുത്തലനുസരിച്ച് എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ആശയവിനിമയത്തിലെ വീഴ്ചയാണ് ഈ അപകട സാധ്യതയ്ക്ക് കാരണമെന്നാണ് സംശയം. സാധാരണ സാഹചര്യങ്ങളിൽ 2 വിമാനങ്ങൾ തമ്മിൽ കുറഞ്ഞത് 1.5 മൈൽ തിരശ്ചീന അകലവും 500 അടി ലംബ അകലവും പാലിക്കണമെന്നാണ് സുരക്ഷാ മാനദണ്ഡം. എന്നാൽ ഈ സംഭവത്തിൽ 2ഉം 1 മൈലിൽ താഴെ മാത്രം അകലെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ അമേരിക്കയിലെ VIP വ്യോമ സുരക്ഷ വീണ്ടും ചർച്ചയാകുന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത വ്യോമപാതകളിലൊന്നായി കണക്കാക്കുന്ന വാഷിംഗ്ടണിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അതേസമയം ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഈ സംഭവത്തെ ഇറാനുമായോ മറ്റേതെങ്കിലും ആക്രമണ സാധ്യതയുമായോ ബന്ധപ്പെടുത്തി ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അതേക്കുറിച്ചുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. നിലവിൽ അന്വേഷിക്കുന്നത് വ്യോമഗതാഗത സുരക്ഷാ വീഴ്ചയാണെന്നാണ് അമേരിക്കൻ അധികൃതരുടെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.